ഗുഡ് മോർണിംഗ് ഹർഷൻ. എല്ലാ പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിന്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇനി ബാക്കി ജില്ലകളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇവിടെ നേരിയ മഴയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജാഗ്രത വേണം. ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട്. ജാഗ്രത പാലിക്കുക. മഴയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മുന്നറിയിപ്പാണ് അടുത്തതായി പറയുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മഴ മാത്രം നോക്കിയാൽ പോരാ, താപനില എങ്ങനെയാണ്, ചൂട് എങ്ങനെയാണെന്നൊക്കെ അറിയണം. ഇനി താപനില പരിശോധിക്കേണ്ട സമയമാണ്. നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാടിൽ. ശേഷം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് രണ്ടാമതായി കൂടിയ താപനില രേഖപ്പെടുത്തുന്നത്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കും. പൊതുജനങ്ങൾ സുരക്ഷ മുൻകരുതലുകൾ സ്വീകരിക്കണം. തുടർച്ചയായിട്ട് നേരിട്ട് വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കുക. നന്നായി വെള്ളം കുടിക്കുക. സർക്കാരും അധികൃതരും നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതെല്ലാം കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ ഹർഷൻ, ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിശേഷങ്ങൾ.